എല്ലാവർക്കും നമസ്കാരമുണ്ട്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കനത്ത പരാജയമാണ് നേരിട്ടിട്ടുള്ളത്. ആ പരാജയത്തിൽ പാർട്ടി തിരിച്ചു വരും. CPIM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തിരിച്ചു വരും കേരളത്തിൽ. കാരണം 2001 എൻ്റെ ഓർമ്മയിൽ 2001 നടന്ന അതേ ഒരു തിരിച്ചടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ പ്രാവശ്യം കേരളത്തിൽ ഈ 2026 സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം അങ്ങോട്ട് ഒലിച്ചു പോകുമെന്ന് വിചാരിക്കുന്നവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരോടൊക്കെ നമസ്കാരം. ഇനിയെങ്കിലും പാർട്ടി CPIM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം എനിക്കത്രേ പറയാനുള്ളൂ. കാരണം ഞാൻ സ്നേഹിക്കുന്നത് കേരളത്തിലെ ഒരു പാർട്ടിയേ ഉള്ളൂ. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലുത് വരാനും പോകും. ഒരു സംശയം നിങ്ങൾ കരുതണ്ട. കാരണം ഈ പാർട്ടി ഇവിടെ നശിച്ചിട്ടില്ല. മങ്കട നിയോജക മണ്ഡലത്തിൽ അന്നും പറഞ്ഞു, പാർട്ടിയുടെ 10,000-കണക്കിന് പ്രവർത്തകർ പറഞ്ഞു ഈ തെറ്റായ തീരുമാനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണതെന്ന്. മഞ്ഞളാംകുഴി അലിയെ നേരിടാൻ കുന്നത്ത് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ കെട്ടിയിറക്കിയപ്പോൾ പാർട്ടിയുടെ 1000-കണക്കിന് പ്രവർത്തകർ പറഞ്ഞു, പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞു, പല ഗ്രൂപ്പുകളിൽ പറഞ്ഞു, പാർട്ടി നേതൃത്വത്തോട് പല രേഖാമൂലം സമർപ്പിച്ചു. ഇത് തെറ്റായ തീരുമാനമാണ് എന്ന്. TK റഷീദ് അലി എന്ന് പറയുന്ന പാർട്ടിയുടെ സഖാവ് അവിടെ മത്സരിച്ചപ്പോൾ പാർട്ടിക്ക് മങ്കട നിയോജക മണ്ഡലത്തിൽ 5000 വോട്ട് അല്ലെങ്കിൽ 7000 വോട്ടിൻ്റെ അല്ലെങ്കിൽ 1500 വോട്ടിൻ്റെ ഒരു ഡിഫറൻറ്റേ ഉള്ളൂ മങ്കട നിയോജക മണ്ഡലത്തിൽ. മഞ്ഞളാംകുഴി അലിക്ക് ഇപ്രാവശ്യം കിട്ടിയത് 30,000-40,000-ൻ്റെ മുകളിൽ കടന്നു. ഈ കടന്നതിൻ്റെ ഉത്തരവാദിത്തം മങ്കട നിയോജക മണ്ഡലത്തിലെ CPIM-ൻ്റെ നേതൃത്വത്തിന് മാത്രം തന്നെ. ഒരു സംശയമില്ല. നിങ്ങളൊക്കെ വിചാരമുണ്ട് നിങ്ങളൊക്കെ ലോക്കൽ സെക്രട്ടറിമാരാണ്, നിങ്ങൾ ഈ ബ്രാഞ്ച് സെക്രട്ടറിമാരാണ്, നിങ്ങൾക്ക് പാർട്ടിയുടെ വലിയ വലിയ തമ്പ്ര. നിങ്ങളൊന്നും അല്ലടോ. ഈ പാർട്ടിക്ക് വേണ്ടി ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഈ മങ്കട നിയോജക മണ്ഡലത്തിലുണ്ട്. ഈ മങ്കട നിയോജക മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ടോ? അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെന്ത് വിചാരിച്ചേ? നിങ്ങൾ ബ്രാഞ്ച് കൂടി, നിങ്ങൾ ലോക്കൽ കൂടി, നിങ്ങൾ ഏരിയ കൂടി 4 ആൾ കൂട്ടണ അല്ലടോ. അല്ല ഈ പാർട്ടി. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് മാത്രം പറയാണ്. അല്ലാതെ എനിക്ക് പാർട്ടിനെ കൊണ്ടൊരു ഗുണമില്ല, ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കണേ. അല്ല അതുപോലെ തന്നെ എല്ലാവരും നമ്മളെ കുടുംബം കഴിയണമെങ്കിൽ നമ്മൾ കഴിയണം. അല്ലാതെ ഒരു പാർട്ടിനെ കൊണ്ടൊരു ഗുണം കിട്ടിയിട്ടില്ല. പക്ഷെ കുന്നത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തിൻ്റെ പിന്നാലെ പോയി ചന്ത് കഴുകി കൊടുത്ത മങ്കട ഏരിയ കമ്മിറ്റിയിലെ നാറികളെ, മങ്കട ഏരിയ കമ്മിറ്റിയിലെ നാറികളോട് അന്നും നമ്മൾ പറഞ്ഞു, പലരും പറഞ്ഞു, എന്നെപ്പോലുള്ള 1000-കണക്കിന് ആളുകൾ പറഞ്ഞു തെറ്റായ തീരുമാനമാണ്. ഈ തീരുമാനം തെറ്റായ തീരുമാനമാണെന്ന് അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിചാരമുണ്ട് നിങ്ങൾ 4 ബ്രാഞ്ച് സെക്രട്ടറിമാരും അല്ലെങ്കിൽ 4 ലോക്കൽ സെക്രട്ടറിമാരുമാണ് ഇതൊക്കെ തീരുമാനിക്കണം എന്നുള്ളത്. അത് തിരുത്തിയാൽ നിങ്ങൾക്ക് തന്നു. പക്ഷെ നിങ്ങൾ തിരുത്തിയാലും തിരുത്തിയില്ലെങ്കിലും ഈ പാർട്ടിനെ സ്നേഹിക്കണമല്ല 1000-കണക്കിന് പ്രവർത്തകർ എന്നും ഈ പാർട്ടിക്ക് ഉണ്ടാവും. ഇന്ന് മഞ്ഞളാംകുഴിയലിക്ക് കിട്ടിയ 40,000-ൽ പരം ഭൂരിപക്ഷം, 40,000-ൽ പരം ഭൂരിപക്ഷം മഞ്ഞളാംകുഴി അലിക്കാക്കാക്ക് കിട്ടിയ ഭൂരിപക്ഷം, അത് അലിക്കാക്കാന്റെ പവർ കൊണ്ടോ മുസ്ലിം ലീഗിനെ സ്നേഹിക്കണോണ്ടോ ഒന്നല്ല. അന്നും നമ്മൾ പറഞ്ഞു കുന്നത്ത് മുഹമ്മദിന് ഓൻ്റെ വീട്ടിലെ വോട്ട് മാത്രമേ കിട്ടുള്ളൂ, CPIM-ൻ്റെ വോട്ട് പോലും കിട്ടൂല എന്ന്. മനസ്സിലായ? നിങ്ങൾ എന്താ വിചാരിച്ചേ? ഈ പാർട്ടിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച 10,000-കണക്കിന് പ്രവർത്തകരുണ്ടോ മങ്കടയിൽ? 10,000-കണക്കിന് പ്രവർത്തകരുണ്ട് മങ്കടയിൽ. ഈ പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ല പ്രവർത്തിച്ച ആളുകൾ 10,000-കണക്കിന് ആളുകളുണ്ട് മങ്കടയിൽ. ഏതെങ്കിലും ഒരു സെഗാവിനെ പിടിച്ച് ചുറ്റിക്കരുവാൾ നിർത്തിയാലും ഇത്ര പരാജയം മങ്കടയിൽ നേരിടേണ്ടി ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങളൊക്കെ ഇനിയെങ്കിലും തിരുത്തണം. കുന്നത്ത് മുഹമ്മദിനെ വെച്ച് ഈ മങ്കട നിയോജക മണ്ഡല സഖാക്കളെ മാനം പോലും നിങ്ങൾ കളഞ്ഞു. CPIM-നെ സ്നേഹിക്കുന്ന ആളുകളെ മാനം പോലും നിങ്ങൾ കളഞ്ഞു. നിങ്ങളൊക്കെ വിചാരമുണ്ട് നിങ്ങൾക്ക് പാർട്ടി
മെമ്പർമാരാണ് പാർട്ടി. നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് നിങ്ങളെ വഴിക്ക് പോയിക്കൊണ്ടിടണം. കുന്നത്ത് മുഹമ്മദ് ഒരു ചുക്കുമല്ല, കുന്നത്ത് മുഹമ്മദ് ഒന്നുമല്ല എന്ന് പാർട്ടിയുടെ എത്രയോ ആളുകൾ പല ഗ്രൂപ്പുകളിലും നിങ്ങളോട് പറഞ്ഞില്ലേ. നേതൃത്വത്തിന് രേഖാമൂലം തന്നില്ലേ. എന്നിട്ട് നിങ്ങൾ അംഗീകരിച്ചോ? അനുഭവിച്ചോളി, നിങ്ങൾ അനുഭവിക്കി. പക്ഷേ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനം നശിക്കൂല, ഇത് നശിക്കുകയുമില്ല. ഈ പാർട്ടി തിരിച്ചു വരും, ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. എല്ലാവരോടും നന്ദി, നമസ്കാരം. വരുന്ന UDF സർക്കാർ ആര് മുഖ്യമന്ത്രി ആയാലും ആര് മന്ത്രിമാരാണെന്നെങ്കിലും തെറ്റായ അനീതിക്കെതിരെ സഖാക്കൾ രംഗത്തുണ്ടാവും. എല്ലാവരോടും ലാൽ സലാം.